ഓണമൊക്കെയല്ലേ വരുന്നത്. നമുക്കിന്നൊരു ഓണം ഷോപ്പിംഗ് ആയാലോ? ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ്. ഓണത്തിന് ഷോപ്പിംഗ് ചെയ്യാനായിട്ട് ഞങ്ങൾ ആദ്യം പോയത് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൻ്റെ അടുത്തുള്ള മഹാരാജ സൂപ്പർ മാർക്കറ്റിലേക്ക്. പേര് പോലെ തന്നെയാട്ടോ, ശരിക്കും അതൊരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണ്. എന്തൊക്കെ കളക്ഷൻസാണെന്ന് അറിയോ? ഇതാ നോക്കിക്കേ, എന്തൊക്കെയാണ്. ഇത് കിഡ്സിന് സെപ്പറേറ്റ് സെക്ഷൻസ് ഉണ്ട്, വില കുറഞ്ഞത്, വില കൂടിയത്, അങ്ങനെ പല റേഞ്ചായിട്ട് അവരൊരു ബാസ്ക്കറ്റ് പോലെ ഇങ്ങനെ സെക്ഷൻസ് ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ചിരിക്കുവാണേ. പിന്നെ അത് മാത്രമല്ല, ജെൻസിന് ലേഡീസിന് സെപ്പറേറ്റ് സെക്ഷൻസ്. നമുക്ക് അവിടെ കയറിയിട്ടുണ്ടെങ്കിലേ സമയം പോകുന്നത് അറിയില്ല. പിന്നെ അവിടെ ഒരേ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ, ബില്ലിങ്. എൻ്റെ അമ്മോ, അവിടെ മാനുവൽ ബില്ലിംഗ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത്ര വലിയ ഷോപ്പിൽ ഈ AI യുഗത്തിൽ ഇവിടെ ബില്ലിംഗ് മാനുവലാണ്. ഞങ്ങൾ ചോദിച്ചപ്പോൾ അവരെന്താ പറഞ്ഞറിയോ? അവർക്കിതാണ് അത്ര എളുപ്പം. ഞങ്ങൾ ഷോപ്പ് തുറക്കുന്ന സമയത്താണ് ഏകദേശം ചെന്നത്, അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, ഇപ്പോൾ ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഈ കടയിൽ നല്ല തിരക്കാവും. അപ്പോൾ ഈ മാനുവൽ ബില്ലിങ്ങും കൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും? ഇതാ കണ്ടോ, അത് ലൈക്രയുടെ ഷർട്ട്സാണേ. അത് കണ്ടോ, 250 ഒക്കെ റേഞ്ചേ ഉള്ളൂ. നല്ല 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 ഷർട്ടുകളൊക്കെയാണ്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ പോയതേ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ തന്നെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ ഞങ്ങളൊന്ന് തലയെത്തിച്ചൊന്ന് നോക്കി. അപ്പോഴാണ് മനസ്സിലായത് അവിടെ ഷോപ്സൊക്കെ അവർ അറേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ. ഇതാ കണ്ടോ, ഇതാ ഈ കമ്മലുകളൊക്കെ അവിടെ വന്നിട്ടുള്ളതാണേ. അതിൽ നിന്ന് 2 കുഞ്ഞി കമ്മലും മേടിച്ചിട്ട് ഞങ്ങൾ പിന്നെ പതുക്കെ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി. നല്ല രസമായിട്ടോ കമ്മലുകളൊക്കെ കാണാൻ. ഒന്ന് പോയി നോക്ക്, നല്ല സെലക്ഷൻ കിട്ടും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് സ്ഥലം വിട്ടു. ഞങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം കുട്ടികൾക്കും എനിക്കും അമ്മമാർക്കൊക്കെ വേണ്ടിയുള്ളത് മാത്രമേ ഞങ്ങൾ മഹാരാജാന്ന് സെലക്ട് ചെയ്തുള്ളൂ. അവിടെ ജെൻസിൻ്റെ സെക്ഷൻ കുറച്ച് വില കൂടുതലായിട്ട് തോന്നി. സോ ഞങ്ങൾ വിചാരിച്ചു ബ്രോഡ്വേയിൽ ഭഗവതിയിലൊന്ന് ചെന്ന് നോക്കാമെന്ന്. അവിടെ ജെൻസിനൊക്കെ അത്യാവശ്യം വില കുറച്ച് കിട്ടുന്നൊരു കടയാണേ, നിങ്ങളൊന്ന് പോയി നോക്കൂ. അപ്പോൾ ഭഗവതിയിലെത്തിയപ്പോഴാണ് ആ നഗ്ന സത്യം ഞങ്ങൾക്ക് മനസ്സിലായത്. അവിടെ നല്ല തിരക്കാണ്. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഉച്ചയായേ. സോ മുട്ടൻ തിരക്കെന്ന് പറഞ്ഞാൽ മുട്ടൻ തിരക്കായിരുന്നു, ഒരു രക്ഷയില്ല. അതാ കണ്ട, മുംബൈ റെയിൽവേ സ്റ്റേഷനിൽ പോലും ഇത്ര തിരക്കുണ്ടാവുമെന്ന് തോന്നിപ്പോയി. എങ്ങനെയോ ഞങ്ങളതിനകത്ത് കുത്തിക്കയറി എത്തി.